ജാസ്മിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പുറത്തിറങ്ങിയിട്ട് താൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഓർത്തിട്ടാണ്. അതേസമയത്ത് തന്നെ തൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് റസ്മിൻ പറഞ്ഞത് പുറത്ത് ഭയങ്കര ഫാൻസാണ്, നീ വലിയ സെറ്റപ്പാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്, നിന്നെ കാത്ത് ഒരുപാട് പേരുണ്ട്, ഭയങ്കര പോസിറ്റീവ്സ് മാത്രം. എന്നാൽ ഗബ്രി പോസിറ്റീവ് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് പുറത്തിറങ്ങിയാൽ നേരിടാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജാസ്മിനെ ഒന്ന് ചെറുതായിട്ട് ബോധവൽക്കരിക്കുന്ന പോലെ തോന്നി. എന്നുവെച്ചാൽ പ്രിപ്പയർ ആക്കുന്ന പോലെ തോന്നി. പുറത്ത് ഭയങ്കര സൂപ്പറാണെന്ന് പറഞ്ഞ് ജാസ്മിൻ ഇറങ്ങി വരുമ്പോൾ കാത്തിരിക്കുന്നത് ഭയങ്കര നെഗറ്റീവാണെങ്കിൽ ജാസ്മിന് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റില്ല. എന്നാൽ പുറത്ത് അത്ര സുഖകരമായ കാര്യങ്ങൾ മാത്രമല്ല തനിക്കുള്ളത് എന്ന് മനസ്സിലാക്കി ഇറങ്ങി വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധിയോടെ നേരിടാൻ കഴിയും. ശരിക്കും ഗബ്രി ഭയങ്കര മെച്ചുറായിട്ടുള്ള ഒരാളാണ് കേട്ടോ. എന്താണെങ്കിലും ഗബ്രി പരമാവധി ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് സായിയുടെ റീ എൻട്രി ഉണ്ടായി. സായി, സിജോ, നന്ദന, നോറ ഇവരുടെ റീ എൻട്രി നടന്നു. സായി വന്നിരുന്ന് ജാസ്മിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ശരിക്കും സായിയെ കെട്ടിപ്പിടിച്ച് ജാസ്മിൻ പൊട്ടി കരയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ജാസ്മിൻ അത്രയും അവിടെ പ്രഷർ കുക്കറിനകത്താണ് നിൽക്കുന്നത്. മാത്രമല്ല പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് സായി വന്ന് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു, എന്നിട്ടും താനത് വിശ്വസിക്കാതെ സായിയെ തെറ്റിദ്ധരിച്ച് നോമിനേറ്റ് വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ജാസ്മിൻ്റെ മനസ്സിൽ കൂടെ ഓടിയിട്ടുണ്ടാവാം. ആ ഒരു റിഗ്രറ്റ് ഫീല് ജാസ്മിന് നന്നായിട്ടുണ്ടാകുമെന്നും എനിക്ക് തോന്നി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.